ഈ ബമ്പറിന്റെ വെയിറ്റ് ഇതുണ്ടോ നമ്മളെ താങ്ങി നിൽക്കും കേട്ടോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോജോട്ടോ കഫേ കൊച്ചി. നമ്മൾ അങ്ങനെ അടുത്ത താറോക്സായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് കേരളത്തിൽ നിന്നല്ല, കേരളത്തിന് പുറത്ത് കോയമ്പത്തൂരിൽ നിന്ന് വണ്ടിയാണ്. ഇത് ഷോറൂമിൽ നിന്ന് ഡെലിവറി എടുത്ത് കസ്റ്റമർ ഡയറക്റ്റ് നമ്മുടെ ഷോപ്പിലേക്ക് വന്നതാണ്. ഏകദേശം ഒരു 20 days ആയിട്ടുണ്ട് നമുക്ക് ഈ വണ്ടി കൈ കിട്ടുമ്പോൾ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് വർക്ക് ചെയ്തേക്കുന്നതെന്ന് നിങ്ങളെ 1 by 1 ആയിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പ്രാഡിൻ്റെ ഒരു മെറ്റൽ ബമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് റാപ്പർ സീരീസിൽ വരുന്നതാണ്. വിത്ത് റേഡിയേറ്റർ ഗാർഡ് മെറ്റലിൽ തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് നമ്മളൊരു പ്രൊജക്ടർ ഫോഗ് ലാമ്പും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ റാംഗ്ലർ ടൈപ്പ് പുതിയൊരു മോഡൽ വരുന്ന ഗ്രില്ല് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ സൈഡിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് മെയിൻ ഹൈലൈറ്റ് ആയിട്ടിരിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അലോയ്സും ടയർ കേട്ടോ. മാക്സിസിൻ്റെ ഓൾറൈൻ ടയറാണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. അതുപോലെ 20 inches ഫ്യൂവലിൻ്റെ അലോയ്സ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ അറിയാലോ വണ്ടി മൊത്തത്തിലൊരു ലുക്ക് തന്നെ മാറിയിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു ഓക്സിലർ ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പ്രോമാൻ്റെ ബോണറ്റ് മൗണ്ട് ക്ലാമ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 360 റൊട്ടേറ്റ് ചെയ്യുന്ന ടൈപ്പ് ആട്ടോ. പിന്നെ ഇവിടെ നമുക്കൊരു ലൈറ്റ് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ മൊത്തത്തിൽ 2 പെയർ ലൈറ്റാണ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ടോപ്പിൽ നമ്മൾ G-Wagon ടൈപ്പ് ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, വൈറ്റ് വരുന്നുണ്ട്, പിന്നെ നമുക്ക് റെഡ് ആൻഡ് ബ്ലൂ പോലീസ് ലൈറ്റും കൂടെ വരുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് റിമോട്ട് ഉണ്ട്, അതിൽ മാറ്റി ഇട്ടാൽ മതി. നമ്മുടെ ഓപ്ഷൻ നോക്കി അത് ചേഞ്ച് ചെയ്ത് നമുക്ക് ഇടാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഡോറഞ്ചസ് ആഡ് ചെയ്തിട്ടുണ്ട്. പ്രോമൻ്റെ 2 പെയർ ഡോറഞ്ചസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് പ്രീമിയം ആയിട്ടൊരു സാധനം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ഫുഡ് സ്റ്റെപ്പ് ആട്ടോ. നമ്മൾ ഡോർ തുറക്കുമ്പോൾ ഓപ്പൺ ആവും, ഡോറ് ക്ലോസ് ചെയ്യുമ്പോൾ അതും ക്ലോസ് ആവും. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ലുക്കും സൈഡ് ലുക്കും എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇനി നമുക്ക് നേരെ ബാക്കിലേക്ക് പോകാം കേട്ടോ. ഇതിനകത്ത് ബാക്കിൽ നിന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ മൊത്തത്തിലൊരു ചേഞ്ചസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ 2 piece G-Wagon ടൈപ്പ് സ്പോയിലർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 20 inches ടയർ നമ്മൾ ഫ്രണ്ടിൽ കാണിച്ചാണ്. മാക്സിസിൻ്റെ ഓൾട്ടർനേറ്റ് ടയറാണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. ഫ്യൂവലിൻ്റെ അലോയ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ 5 സെറ്റാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ പ്രോമാൻ്റെ ബമ്പർ വിത്ത് ടയർ കാരിയർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ബമ്പറിനകത്ത് ടയർ കാരിയർ എക്സ്ട്രാ നമ്മൾ വേറെ ആയിട്ട് തന്നെ ചെയ്തേക്കുന്നത്. നോർമലി ഡിക്കിയിലാണ് ഇതിൻ്റെ ഇത് വരുന്നത്, അലോയ്സ് വരുന്നത്. ഇപ്പോൾ ഇത് നമുക്ക് എക്സ്ട്രാ ടയർ കാരിയർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മുടെ ഈ ബമ്പറിൽ ഹൈപ്പർ ലിങ്കിൻ്റെ ഒരു റിവേഴ്സ് ലാമ്പ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വെട്ടമുള്ള റിവേഴ്സ് ലാമ്പ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മെയിനായിട്ട് ഇതിനകത്ത് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ റാംഗ്ലർ ടൈപ്പ് ടെയിൽ ലാമ്പാണ്. അതിൽ റണ്ണിങ് ആയിട്ട് ഇൻഡിക്കേറ്റർ എത്തുന്നുണ്ട്. പിന്നെ റിവേഴ്സ് നല്ല അത്യാവശ്യം വെട്ടം ഇതിനും ഉണ്ട് കേട്ടോ. പിന്നെ പാർക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയില്ല വണ്ടി ഫുള്ള് ടോട്ടലി നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് പിന്നെ ഇൻറ്റീരിയറാണ് കുറച്ച് വർക്ക് ഉള്ളത് കേട്ടോ. നമ്മൾ ആംബിയൻ ലൈറ്റ്, AC വണ്ടി, ഇതെല്ലാം നമ്മൾ ഈ വണ്ടിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഇപ്പോഴത്തെ ചൂട് കാലാവസ്ഥയൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ, എന്താ ചൂടെന്നുള്ളത് അല്ലേ. അപ്പോൾ നമുക്കിതെല്ലാം കട്ട് ചെയ്യാനായിട്ട് ടോട്ടൽ സോളാർ എനർജി റെസിസ്റ്റൻസ് TSCR 70% വരുന്ന, അതുപോലെ തന്നെ ഹീറ്റ് കട്ടിങ് ഹീറ്റ് റെസിസ്റ്റൻസ് 99 IRR റെസിസ്റ്റൻസ് ഉള്ള സെയിൻറ്റ് ഗോബിൻ്റെ 8 year വാറണ്ടി ഉള്ള കൂളിംഗ് ഫിലിം നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 50% ആണ് സൈഡ് വരുന്നത്. ഫ്രണ്ട് ആൻറ്റി ഗ്ലർ അതുപോലെ തന്നെ 17 ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് ഹീറ്റ് അടിക്കുന്ന മുകളിൽ നിന്നാണല്ലോ. അപ്പോൾ നമ്മൾ അതിൻ്റെ സൺറൂഫ് പ്രൊട്ടക്ഷൻ വിത്ത് ഹീറ്റ് കട്ടിങ് ഉള്ള ഫിലിം കൂടെ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ആംബിയൻ ലൈറ്റ് AC വെൻറ്റും കേട്ടോ. അപ്പോൾ നമുക്കത് കാണാം ബാ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇതിനകത്ത് ഇൻറ്റീരിയറിലൊരു പ്രീമിയം ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ AC വെൻറ്റ് ആംബിയൻ ലൈറ്റ്സ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ടെന്ന്. ഇത് AMG ടൈപ്പ് AC വെൻ്റ് ആട്ടോ നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. കാർ സ്പെസിഫിക് ആയിട്ട് റോക്സിന് വേണ്ടിയിട്ട് മാത്രം വരുന്നതാണ് ഈ ആംബിയൻ ലൈറ്റ്സ്. അത് ഡോർ പാർട്സിലും ഈ സൈഡിലും പിന്നെ ഒരു ഫുള്ള് കണക്റ്റിംഗ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബാക്ക് ഡോർസിലും ഫ്രണ്ട് ഡോറിലെല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് നമ്മൾ ഫിനിഷ് ചെയ്തേക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞില്ലേ ഹീറ്റ് റെസിസ്റ്റൻസിൻ്റെ കാര്യം, ഈ മെയിനായിട്ട് നമുക്ക് ചൂടടിക്കുന്ന ഈ സൺറൂഫിനകത്തുനിന്നാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമ്മളൊരു ഫിലിം ആഡ് ചെയ്തിട്ടുണ്ട്. പ്രൊട്ടക്ഷൻ ഫിലിമാണ് ആഡ് ചെയ്തേക്കുന്നത്. മുകളിൽ നിന്നുള്ള ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇത് ടോപ്പിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. നമ്മൾ PPF എങ്ങനെയാണോ വർക്ക് ചെയ്യണേ അതേപോലെ തന്നെയാണ്. പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള ഫിലിമാണ്. പിന്നെ അതിനകത്ത് ഹീറ്റ് കട്ടിങ് ഹീറ്റ് റെസിസ്റ്റൻസ് ഇതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഈ പുറത്ത് കാണുന്ന എത്ര ചൂട് നമുക്ക് വണ്ടിക്കകത്തേക്ക് ഏക്കുകയില്ല. ഈ ബമ്പറിൻ്റെ വെയിറ്റ് ഇതുണ്ടോ നമ്മളെ താങ്ങി നിൽക്കും കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വർക്ക് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മോജോട്ടോ കഫേട്ട് കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഈ വണ്ടി തമിഴ്നാട്ടിൽ കൂടെ പോകുമ്പോൾ ആരായാലും ഒന്ന് നോക്കി പോട്ടോ, ഇത് എവിടെ വർക്ക് എടുത്തതെന്ന് തന്നെ ചോദിച്ചു പോകും. അപ്പോൾ വണ്ടി എങ്ങനെ ഉണ്ടല്ലേ, നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വണ്ടി നോക്കി നിന്ന് പോകും കേട്ടോ. അതുപോലെ നമ്മൾ വർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെന്നാ തോന്നുന്നത് വണ്ടി സെറ്റായിട്ടില്ലേ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കൂടുതലായിട്ടൊന്നും പറയില്ല, നമ്മുടെ ഫുള്ള് വർക്കും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.